ചെന്ന് കുറച്ചു നേരം റെസ്റ്റ് എടുക്കുക. ഇത്രയും നേരം കാറിൽ ഒരേ ഇരിപ്പിരുന്നതല്ലേ, ഒന്ന് ഫ്രഷ് ആയിട്ട് ചെന്ന് കുറച്ചു നേരം കിടന്നോ. ഗായത്രി ചക്കിയുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ഒന്ന് ചിരിച്ചു കാണിച്ച് അവൾ പതിയെ വയറും താങ്ങി പിടിച്ച് എഴുന്നേറ്റ് മുകളിലേക്ക് പോയി. ദേവൻ കുറച്ചു നേരം കൂടി മാധവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ദേവാ മോനെ, നീയും ചെല്ല്. അവനൊന്ന് മൂളിക്കൊണ്ട് ലഗേജും എടുത്ത് മുകളിലേക്ക് പോയി. ചക്കി ഫ്രഷായി കിടന്നുറങ്ങുകയായിരുന്നു. ദേവൻ മുറിയിലേക്ക് കയറിയപ്പോൾ തന്നെ കണ്ടത് അവൾ കിടന്നുറങ്ങുന്നതാണ്. അവൻ കുറച്ചു നേരം അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അവൻ പതിയെ ബെഡിൽ അവളുടെ അടുത്തായിരുന്നു. കുറച്ചു നേരം അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. പിന്നെ അവൻ്റെ നോട്ടം ചെറുതായി വീർത്തുന്തിയ അവളുടെ വയറിലേക്കായിരുന്നു. അവൻ കൈ ഉയർത്തി അവളുടെ വയറിൽ ഒന്ന് തൊട്ടു. അച്ചട പൊന്നെ, എൻ്റെ മോള് അമ്മയെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അത് വേണ്ട കേട്ടോ, അമ്മ പാവല്ലേ. അച്ഛയും അമ്മയും ഇവിടെ മോൾക്ക് വേണ്ടി കാത്തിരിക്കുക. വേഗം വാട്ടോ. അവൻ അവളുടെ വയറിൽ തലോടിക്കൊണ്ട് സംസാരിച്ചു. പതിയെ തല താഴ്ത്തി ആ വയറിൽ ഉമ്മ വെച്ചു. ഇതൊന്നും അറിയാതെ സുഖമായി ഉറങ്ങുന്ന അവളെ അവൻ കുറച്ചു നേരം കൂടി നോക്കിയിരുന്നു. പിന്നെ എഴുന്നേറ്റ് ഫ്രഷ് ആവാൻ പോയി. അവൻ കുളി കഴിഞ്ഞു വരുമ്പോഴും അവൾ നല്ല ഉറക്കത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഫോണും എടുത്ത് ബാൽക്കണിയിലേക്ക് പോയി. അവിടെയുള്ള സ്വിങ്ങിലിരുന്ന് അവൻ ഫോൺ എടുത്ത് കോൾ ചെയ്തു. ഹലോ, ആ നീ വീട്ടിലെത്തിയോ ദേവാ? ആടാ, പിന്നെ അവിടുത്തെ കാര്യങ്ങൾ എന്തായി? എപ്പോഴാണ് നീ ഇങ്ങോട്ട് തിരിക്കുന്നത്? ഞാൻ ഈവനിങ് വരുമടാ. അവിടെ എല്ലാം സെറ്റല്ലേ? ചക്കയൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ? ഇല്ല വി, അവളൊന്നും അറിഞ്ഞിട്ടില്ല. നിനക്കറിയാലോ, ചെറിയ എന്തെങ്കിലും ഒരു കാര്യം മതി അവൾക്ക് ടെൻഷൻ അടിക്കാൻ. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയൊരു കാര്യം അറിഞ്ഞാൽ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് നിനക്ക് ഊഹിക്കാമല്ലോ. ആ, അത് തന്നെയാടാ എനിക്കും പറയാനുള്ളത്. അവൾ ഒന്നും അറിയരുത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതറിഞ്ഞാൽ അത് അവളുടെ ഹെൽത്തിനെ ബാധിക്കും. അവൾ അറിയാതെ തന്നെ നമുക്കെല്ലാം തീർക്കണം. എന്തായാലും നീ വാ, എന്നിട്ട് നമുക്ക് അടുത്തത് തീരുമാനിക്കാം. എന്തായാലും രാഹുലിൻ്റെ മരണം അത് അവന് വലിയൊരു ഷോക്കായിട്ടുണ്ട്. ആ ഷോക്കിൽ നിന്നും അവൻ പുറത്തു വരുന്നതിന് മുൻപേ അവൻ്റെ ശല്യവും നമുക്ക് തീർക്കണം. ഞാൻ ഇന്ന് ഈവനിങ് തരും വരും ദേവാ. ഇനി അവൻ കാരണം എൻ്റെ അനിയത്തിക്ക് ഒരു സങ്കടവും ഉണ്ടാവാൻ പാടില്ല. രാഹുലിനെ തീർത്തതുപോലെ ഒരു സംശയമില്ലാതെ അർജുൻ്റെ ശല്യവും നമുക്ക് തീർക്കണം. ഹരിയെ വിളിച്ചിരുന്നു. അവനവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നീ വരേണ്ട താമസമേ ഉള്ളൂ. ഓക്കെടാ, ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. പാക്കിംഗ് ഒക്കെ ഇന്നലെ കഴിഞ്ഞു. ഇനി എനിക്ക് ചെന്നൊന്ന് ഫ്രഷ് ആവേണ്ട താമസമേ ഉള്ളൂ. അമ്മ റെഡിയായി നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെടാ, ബൈ. ദേവൻ ഫോൺ കട്ട് ചെയ്ത് സ്വിങ്ങിലേക്ക് ചാരി കണ്ണടച്ച് കിടന്നു. 2 മാസം മുൻപ് നടന്ന കാര്യങ്ങൾ അവൻ്റെ മനസ്സിലേക്ക് മിഴിവോടെ തെളിഞ്ഞു വന്നു. 2 മാസങ്ങൾക്ക് മുൻപ്. അവി, അവൾ പറഞ്ഞതെല്ലാം ആയില്ലേ? എന്തെങ്കിലും മറന്നുപോയാൽ പിന്നെ അവൾ നമ്മളെ വെച്ചേക്കില്ല. ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നീ ഓരോന്നും ഒപ്പിച്ചു വെച്ചിട്ട് ഇപ്പം കിടന്ന് കറങ്ങുന്നത് നീ കണ്ടോ? അവിനാഷ് കാർ ഓടിക്കുന്ന ദേവനെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു. അതിന് ഞാനെന്ത് ചെയ്യുന്നടാ നീ പറയുന്നത്? ഓഹ് കോപ്പേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നീ കാരണമല്ലടാ അവൾ വയറും വീർപ്പിച്ചുകൊണ്ട് നടക്കുന്നത്. അവളെ തന്നെ സഹിക്കാൻ പാടാ. അപ്പോഴാ ഉന്തിൻ്റെ കൂടെ തള്ളെന്ന് പറഞ്ഞത് ഒരു കുഞ്ഞു. അവളാണെങ്കിൽ ബുദ്ധി വളർച്ച എത്താത്ത കുട്ടിയാ. അപ്പൊ അവളുടെ വയറ്റിൽ കിടക്കുന്ന നിന്റെ കുഞ്ഞിനും അത്രയൊക്കെ ബുദ്ധി നീ പ്രതീക്ഷിച്ചാൽ മതി. ഡാഷ് മോനെ, തോന്നിയാസം പറയുന്നോടാ. ദേവാ, ഇത് ഫ്രഷ് ആണല്ലോടാ. ഇതൊക്കെ എവിടെ നിന്നാടാ നീ പഠിക്കുന്നത്? നല്ല വെറൈറ്റി. പോടാ പുല്ലേ. ഓ, ഞാൻ ഇനി ഒന്നും മിണ്ടുന്നില്ല. അവിനാഷ് ദേവനെ നോക്കി പുച്ഛിച്ച് ഫോണും എടുത്ത് കുത്തിക്കൊണ്ടിരുന്നു. ദേവനും പിന്നെ ഡ്രൈവിങ്ങിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് എന്തോ കണ്ടതുപോലെ ദേവൻ കാർ നിർത്തി. എന്തോന്നടാ, നീ എന്നെ കൊല്ലാൻ കൊണ്ടുപോകണോ? പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചപ്പോൾ അവിനാഷിന്റെ തല ഇടിച്ചു. ആ ദേഷ്യത്തിൽ ദേവനോട് ചൂടായി. പക്ഷെ ദേവൻ അതൊന്നും ശ്രദ്ധിക്കാതെ വേറെ എങ്ങോട്ടോ നോക്കിയിരിക്കുന്നത് കണ്ട് അവിനാഷും അങ്ങോട്ട് നോക്കി. 28-29 വയസ്സ് തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആരോടോ ഫോണിൽ സംസാരിച്ച് നിൽക്കുകയാണ്. അവിനാഷ് ആ ചെറുപ്പക്കാരനെയും ദേവനെയും മാറി മാറി നോക്കി. ഡാ, ആരാടാ അത്? നിനക്കറിയോ? അവൻ സംശയത്തോടെ ചോദിച്ചു. അറിയും. എങ്ങനെ? ആരാ അത്? പറഞ്ഞാ നീ അറിയും. അന്ന് എനിക്ക് ആക്സിഡന്റ് ഉണ്ടാക്കിയത് അവനാണ്. അവൻ പറഞ്ഞത് കേട്ട് അവിനാഷിന്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുക്കി. ദേവാ, വെറുതെ വിടരുതാണ് ദാഷു മോനെ. നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അത് മനഃപൂർവ്വം ആരോ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് തന്നെയാണ്. അവനെ ഫോളോ ചെയ്താൽ അത് ആരാണെന്ന് നമുക്കറിയാൻ കഴിയും.
അവിനാഷ് പറയുന്നത് കേട്ടിട്ടും ഒന്നും മിണ്ടാതെ പുറത്തേക്ക് തന്നെ അവൻ നോക്കിയിരിക്കുന്നത് കണ്ട് അവന് ദേഷ്യം വന്നു. ഡാ, നിന്നോടാണ് ഞാൻ സംസാരിക്കുന്നത്. നീ വല്ലതും കേൾക്കുന്നുണ്ടോ? അവനെ വെറുതെ വിടരുതെന്ന്. അതിനാര് പറഞ്ഞു ഞാൻ അവനെ വെറുതെ വിട്ടെന്ന്? ഒരു കാര്യം എനിക്ക് ഉറപ്പാം, എനിക്ക് പറയത്തക്ക ശത്രുക്കൾ ആരും തന്നെയില്ല. ആകെയുള്ളത് ആ പ്രിയയായിരുന്നു. അതും അവൾക്ക് ശത്രുത എന്നോടല്ലായിരുന്നു, ചക്കിയോടായിരുന്നു. ഞാനും ചക്കിയും ഇടപെട്ട് പ്രിയയും വീട്ടുകാരും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്തു കൊടുത്തു. അവർ ഇപ്പോൾ ഹാപ്പിയാണ്. പോരാത്തതിന് അടുത്ത മാസം പ്രിയയും ഹസ്ബൻഡും UK പോകുവാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇതാരോ ചക്കിയെ ടാർഗറ്റ് ചെയ്തുള്ള വരവാണ്. ദേവൻ പറഞ്ഞത് കേട്ട് അവിനാഷ് ഞെട്ടി. അതേ ഞെട്ടലോടെ അവൻ ദേവനെ നോക്കി. ദേവ, നീ പറഞ്ഞു വരുന്നത്? അതെ അവി, ഇത് ചക്കിയെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അവളിലേക്കെത്താൻ ഞാനൊരു തടസ്സമാണ്. അതുകൊണ്ടാണ് ആ ആക്സിഡന്റ് ഉണ്ടാക്കിയത്. ഞാനല്ലാതായാൽ ഈസിയായി അവർക്ക് ചക്കിയിലെത്താമല്ലോ. ദേവൻ തന്റെ സംശയം അവിനാശുമായി പങ്കുവച്ചു. അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പൊ നമുക്ക് അവനെ ഫോളോ ചെയ്യാം. എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞാലോ? അവിനാഷ് പറഞ്ഞതിനോട് ദേവനും യോജിച്ചു. ദേവൻ ഫോൺ എടുത്ത് ചക്കിയെ വിളിച്ചു. ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി ഉണ്ടെന്നും വരാൻ കുറച്ച് ലേറ്റ് ആകുമെന്നും പുറത്താരെങ്കിലും വന്നാൽ ആരാണെന്ന് നോക്കിയിട്ടേ വാതിൽ തുറന്നാക്കാവൂ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. കുറച്ചു കഴിഞ്ഞ് ആ ചെറുപ്പക്കാരൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു പോകുന്നത് കണ്ട് ദേവനും അവന് പുറകെ വെച്ച് പിടിച്ചു. കുറെ നേരത്തെ യാത്രയ്ക്കൊടുവിൽ അവൻ ചെന്ന് നിന്നത് അത്യാവശ്യം വലിയൊരു വീടിന് മുന്നിലാണ്. ദേവൻ ആരും കാണാതെ ഒരിടത്തേക്ക് കാർ നിർത്തിയിട്ടു. അവിടെയൊന്നും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അവിനാഷും ദേവനും പുറത്തേക്കിറങ്ങി. അവർ രണ്ടുപേരും ആ വീടും പരിസരവും സൂക്ഷിച്ചു നോക്കി. ആ പരിസരത്തൊന്നും ആൾതാമസമില്ലെന്ന് അവർക്ക് മനസ്സിലായി. അവർ രണ്ടുപേരും പതിയെ ഗേറ്റിനടുത്തേക്ക് നടന്നു. അത് ലോക്കല്ലാത്തത് കൊണ്ട് അവർ രണ്ടും അകത്തേക്ക് കടന്നു. ഫ്രണ്ട് ഡോർ ലോക്കായിരുന്നതുകൊണ്ട് അവർ വീടിന് പുറകുവശത്തേക്ക് നടന്നു. അപ്പോഴാണ് അടുത്തുള്ള മുറിയിൽ നിന്നും അവർ സംസാരം കേൾക്കുന്നത്. ദേവൻ പതിയെ ശബ്ദമുണ്ടാക്കാതെ അവിടെയുള്ള ജനാല തുറന്ന് അകത്തേക്ക് നോക്കി. അർജുൻ! അകത്ത് ആ ചെറുപ്പക്കാരനോട് സംസാരിച്ചു നിൽക്കുന്ന അർജുനെ കണ്ട് ദേവൻ ഞെട്ടി. എടാ ദേവ, നിനക്ക് അവനെ അറിയോ? ഇത് ചക്കിയുടെ ഫ്രണ്ടാണ്. ഒരു വട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് ചക്കി പനി പിടിച്ച് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ അവനെന്ന് ഹോസ്പിറ്റലിൽ വെച്ചുണ്ടായ കാര്യങ്ങളെല്ലാം അവിനാഷിനോട് പറഞ്ഞു. എല്ലാം കേട്ട് കരയണോ ചിരിക്കണോ എന്നറിയാത്ത അവസ്ഥയിൽ ദേവനെ നോക്കി നിന്നു. ഈ സാഹചര്യത്തിൽ ചിരിച്ചാൽ തൻ്റെ ആരോഗ്യനില ഗുരുതരാവസ്ഥയിലാവുമെന്ന് അറിയാവുന്നതുകൊണ്ട് വന്ന ചിരി അവൻ കൺട്രോൾ ചെയ്തു നിന്നു. ദേവ, ഈ അർജുനും അവനും തമ്മിൽ എന്താ ബന്ധം? എനിക്കറിയില്ല. അർജുനെ ഞാൻ അന്നാണ് ആദ്യമായി കാണുന്നത്, പിന്നെ കണ്ടിട്ടില്ല. അത് പിന്നെ സംസാരിക്കാം. ഇപ്പോൾ അവർ എന്താ സംസാരിക്കുന്നത് നോക്കാം. അവിനാഷ് പറഞ്ഞത് കേട്ട് അർജുൻ്റെയും അവൻ്റെയും സംസാരം കേട്ട ദേവനും അവിനാഷും ഞെട്ടി. അവർ പറയുന്ന ഓരോ വാക്ക് കേൾക്കുന്തോറും ദേവന്റെ മുഖം വലിഞ്ഞു മുറുകി.